അവിടെ MA ബേബി മാധ്യമങ്ങളെ കാണുന്നു തത്സമയം സംഭവം. അപ്പോൾ അത് യാദൃച്ഛികമായിട്ട് ഉള്ള ഒന്നല്ല. മന്ത്രി വീണ ജോർജിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണ പരിപാടികൾ ആസൂത്രണം ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റീത്ത് വെക്കാൻ പോയതെന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. മന്ത്രിയുടെ അടുത്ത് തന്നെ ചെന്ന് ഏതൊരു വ്യക്തിയാണെങ്കിലും ശാരീരികമായ അകലം പാലിച്ചുകൊണ്ട് പ്രതിഷേധ മുദ്രാവാക്യം വിളിച്ചാൽ പോലും മനസ്സിലാക്കാം. ഇതങ്ങനല്ല. ഒരു വനിതാ മന്ത്രിയാണെന്നുള്ളത് പോലും പരിഗണിക്കാത്ത തരത്തിലുള്ള കായികമായ ആക്രമണമാണ് ഉണ്ടായത്. സമൂഹം ഒറ്റക്കെട്ടായിട്ട് ഇതിനെ അപലപിക്കണം, അധിക്ഷേപിക്കണം. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും UDFന്റെ മറ്റ് നേതാക്കന്മാരുമെല്ലാം ഇത് തള്ളിപ്പറയാൻ തയ്യാറാവണം. AICC നേതൃത്വം ഇത്തരത്തിൽ വനിതാ മന്ത്രിക്ക് നേരെ കായിക ആക്രമണം നടത്തുന്നത് തങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് AICC നേതൃത്വവും വ്യക്തമാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കരിങ്കൊടി പ്രതിഷേധത്തിനപ്പുറം മറ്റ് അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് കേസിന്റെ വിശദീകരണം. മാത്രമല്ല മന്ത്രി നാടകം കളിക്കുന്നു എന്നാണ് ആരോപിക്കുന്നത് നേതാക്കന്മാരൊക്കെ അഭിനയം. അപ്പം അതിനകത്ത് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ളത് തങ്ങൾ കായികമായ ആക്രമണം നടത്തിയിട്ട് ആക്രമണത്തിന് വിധേയയായ മന്ത്രി അഭിനയിക്കുകയാണെന്നുള്ള ആരോപണം കൂടി ഉന്നയിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കയ്യേറ്റങ്ങൾ KPCC എന്തെല്ലാം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചെയ്യണം, എന്തെല്ലാം നാടകങ്ങൾ സംഘടിപ്പിക്കണം, എന്തെല്ലാം ആക്രമണങ്ങൾ നടത്തണം, എന്തെല്ലാം തരത്തിലുള്ള നുണകൾ പ്രചരിപ്പിക്കണം, ഇതെല്ലാം ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണല്ലോ. കരാർ പണി കൊടുത്തിരിക്കുകയാണല്ലോ KPCC. 2014 നരേന്ദ്രമോദിയെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് വിജയം നേടുന്ന BJP നേതാവായിട്ട് അവതരിപ്പിക്കുന്നതിൽ പ്രശാന്ത് കിഷോറിനൊപ്പം പ്രവർത്തിച്ച ആളാണ് ശ്രീ കനകോലു. കാരണം BJPക്ക് വേണ്ടി മുമ്പ് രാഷ്ട്രീയ പ്രചരണ പരിപാടി നടത്തിയ ആൾ ഇപ്പോൾ KPCCക്ക് വേണ്ടി നടത്തുന്ന പ്രചരണ പരിപാടിയുടെ ഭാഗമാണോ വീണ ജോർജിനെതിരായി നടത്തിയിട്ടുള്ള ഈ ആക്രമണം? എന്തെല്ലാം തരത്തിലുള്ള തിരക്കഥകളാണ് അദ്ദേഹം തയ്യാറാക്കി ഈ UDF നേതൃത്വത്തിനും KPCC നേതൃത്വത്തിനും കൊടുത്തിട്ടുണ്ടാവുക എന്നുള്ളത് അറിഞ്ഞുകൂടാ. എന്തായാലും ആക്രമണം നടത്തുക, എന്നിട്ട് ഞങ്ങൾ ആക്രമണം നടത്തിയിട്ടില്ല, ആക്രമണ വിധേയയായി എന്ന് അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള പ്രചരണമാണ് നടക്കുന്നത്. നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തകർക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള വസ്തുതകൾ അന്വേഷണാത്മകമായ പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായി കണ്ടെത്തി ജനങ്ങളുടെ മുമ്പിൽ വെക്കാവുന്നതാണ്. എന്തായാലും ഇത് ഏറ്റവും ശക്തമായ ഭാഷയിൽ ഭർഷിക്കേണ്ട, അപലപിക്കേണ്ട കാര്യമാണ്. KPCC നേതൃത്വം ഇത് സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കും. AICC നേതൃത്വം ഇത് സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കും. CPIMന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും പ്രവർത്തകരോട് എനിക്ക് നടത്താനുള്ള അഭ്യർത്ഥന, സംഘർഷമുണ്ടാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് CPIMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ശക്തമായി സമൂഹം അപലപിക്കണം വീണ ജോർജിന് നേരെ ഉണ്ടായ ആക്രമണത്തെ. കോൺഗ്രസ് പ്ലാൻഡായി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് എന്നാണ് MA ബേബി പറയുന്നത്. ചില പ്രധാന